സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. അപ്പൊ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ബിഗ് ബോസ് വീടിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് തന്നെയാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഇന്ന് ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ജിൻഡോനെ ഒരു വാനോളം ഉയർത്തി നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ കൊടുക്കാനുള്ള ഒരുപാട് ചാൻസസ് ഞാൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒന്നാമത്തെ കാരണം, ജിൻഡോയ്ക്ക് ഹോട്ടൽ ഡ്യൂട്ടി നല്ല വൃത്തിയും വെടുപ്പോടും അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാബുവിന്റെ റൂം ക്ലീൻ ചെയ്യാൻ സാബു ആവശ്യപ്പെട്ടപ്പോൾ നല്ല വൃത്തിക്ക് സോപ്പൊക്കെ ഇട്ട ഒരുപാട് ആത്മാർത്ഥതയോടെ കഴിവ് വൃത്തിക്ക് ഒരു നീറ്റായിട്ട് ആ ഗസ്റ്റിനെ വേറെ നല്ല രീതിയിൽ കൈയടിപ്പിക്കുന്ന രീതിയിൽ നല്ല കോയിൻസ് കൊടുക്കുന്ന രീതിയിൽ ജിൻഡോ ചെയ്തു. അത് മാറി നിൽക്കട്ടെ, അത് വേണ്ട, അത് കളഞ്ഞേക്ക്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഡയമണ്ട് ശ്വേതാമേനൻ കൊണ്ടുവന്ന ഡയമണ്ട് ഒളിപ്പിക്കുക അല്ലെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ജിൻഡോനെ ഏൽപ്പിക്കും. ജിൻഡോ അത് 100% ആത്മാർത്ഥപൂർവ്വം ചെയ്ത ഒരു ജോലിയാണ്. അപ്പൊ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് ആ ജോലി ചെയ്തത്. അർജുന ആ ഡയമണ്ട് മോഷ്ടിച്ചിട്ടും അർജുന അത് മോശമാണ്, തിരിച്ചു വെക്കണം, ഇല്ലെങ്കിൽ എടുത്തിട്ട് പോയിക്കോ, അർജുനാണ് എടുത്തതെന്ന് ഞാൻ പറയും എന്നൊക്കെ രീതിയിൽ ജിൻഡോ പേടിപ്പിക്കുകയും അർജുനെ കൊണ്ട് ആ ഡയമണ്ട് തിരിച്ചു വെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ജിൻഡോ. അത്രയ്ക്ക് നീറ്റായിട്ട് 100% ഡെഡിക്കേഷനോടെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ജിൻഡോ. പിന്നെ ഈ ആഴ്ച വെറും ആ ഹോട്ടൽ ടാസ്കിൽ അടിയും കുത്തും അലമ്പൊന്നും ഉണ്ടാക്കാണ്ട് ഡീസന്റ് ആയിട്ട് വ്യക്തമായിട്ട് കളിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ വന്നിട്ട് ജിൻഡോക്ക് എന്തെങ്കിലും സമ്മാനം എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരെ കൊണ്ട് കൈയടിപ്പിക്കാനൊക്കെ ചാൻസസ് കൂടുതലാണ്. അതൊക്കെ പോട്ടെ, ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് എന്തൊക്കെ പറഞ്ഞാലും ആ സമ്മതിച്ചില്ല. ജിൻഡോ നന്നായിട്ട് പെർഫോം ചെയ്തു, ആ ജിൻഡോ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ പറയുള്ളൂ. പക്ഷേ വന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റ് ആയിട്ടുള്ള സാബുവും അതുപോലെ തന്നെ ശ്വേതാ മേനോനും രണ്ടുപേരും പറയുന്നുണ്ട്, ഈ വീട്ടിലുണ്ട് ചേട്ടായി ഏറ്റവും ഡെഡിക്കേഷനോടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് 100% ആത്മാർത്ഥപൂർവ്വം പണിയെടുത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ജിൻഡോ ചേട്ടൻ തന്നെയാണ്. ജിൻഡോ ചേട്ടൻ തന്നെയാണെന്ന് വെച്ചാൽ ജിൻഡോ ചേട്ടൻ തന്നെയാണ്. ലാസ്റ്റ് ജിൻഡോന്റെ അടുത്ത് ഡയമണ്ട് ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സാബു, ആരെങ്കിലൊക്കെ ഇത് മോഷ്ടിച്ചാലേ രസം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് സാബു തന്നെ ആ ഡയമണ്ട് എടുത്തിട്ട് പോയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം ഡെഡിക്കേഷനോട് വർക്ക് ചെയ്ത് ജിൻഡോയ്ക്ക് ഇന്ന് എന്തായാലും അപ്രിസിയേഷൻ കിട്ടാൻ ഒരുപാട് ചാൻസസ് ഞാൻ കാണുന്നുണ്ട്.